ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പാറ്റേൺ ബേസ് ചെയ്ത് സ്പോക്കൺ ഇംഗ്ലീഷ്, അതായത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് പാറ്റേൺ ഉപയോഗിച്ച് സംസാരിക്കാനായിട്ട് ഞാൻ 2 ക്ലാസ് എടുത്തായിരുന്നു. ആ സീരീസിലെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് നമുക്ക് കുറച്ച് പാറ്റേൺസ് മനസ്സിലാക്കാം. നമ്മൾ പലപ്പോഴും ഒരു പേടിയെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കാറുണ്ട്. യൂസ് ടു ടോക്ക് അബൌട്ട് ഫിയർ. അതിനുപയോഗിക്കുന്നതാണ് ഐ ആം അഫ്രൈഡ് ഓഫ്. അഫ്രൈഡ് ഓഫ്. ഹി ആണെങ്കിൽ ഹി ഈസ്, ദേ ആണെങ്കിൽ ദേ ആർ അഫ്രൈഡ് ഓഫ്. അപ്പോൾ ആം, ഈസ്, ആറ് സബ്ജക്റ്റിനനുസരിച്ച് വരും. ഇപ്പോൾ എനിക്ക് നായയെ പേടിയാണ്. ഐ ആം അഫ്രൈഡ് ഓഫ് ഡോഗ്സ്. അവന് ഇരുട്ടിനെ പേടിയാണ്. ഹി ഈസ് അഫ്രൈഡ് ഓഫ് ഡാർക്ക്നെസ്. അവൾക്ക് പാമ്പിനെ പേടിയാണ്. ഷീ ഈസ് അഫ്രൈഡ് ഓഫ് സ്നേക്സ്. അവർക്ക് തോൽവിയെ പേടിയാണ്, അല്ലെങ്കിൽ പരാജയത്തെ പേടിയാണ്. ദേ ആർ അഫ്രൈഡ് ഓഫ് ഫെയിലിയർ. ഇത് ഭയപ്പെടുത്തുന്നതാണ്. ഇറ്റ് ഈസ് സ്കേറി. അപ്പോൾ ഒരു പേടിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് അഫ്രൈഡ് ഓഫ്. ഐ ആം അഫ്രൈഡ് ഓഫ്, ഹി ഈസ് അഫ്രൈഡ് ഓഫ്, ദേ ആർ അഫ്രൈഡ് ഓഫ്. ഓക്കെ, അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. നമ്മളൊരു കാര്യം നമുക്ക് വളരെ താല്പര്യമുള്ളതിനെ കാണിക്കാനായിട്ട്, എനിക്കത് വളരെ താല്പര്യമാണ്, അല്ലെങ്കിൽ അവനത് വളരെ താല്പര്യമുള്ളതാണ് എന്ന് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന എന്താണ് ഫ്രേസ്? ഇൻട്രസ്റ്റഡ് ഇൻ. ഇതും ഇതുപോലെ തന്നെ സബ്ജക്റ്റിനനുസരിച്ച് ഐ ആം, ഹി ഈസ്, ഷീ ഈസ്, ദേ ആർ അങ്ങനെ വരും. ഓക്കെ, എനിക്ക് സംഗീതത്തിൽ താല്പര്യമുണ്ട്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്. അവന് ഫുട്ബോളിൽ താല്പര്യമുണ്ട്. ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഫുട്ബോൾ. അവൾക്ക് വരയ്ക്കുന്നതിന് താല്പര്യമുണ്ട്, പടം വരയ്ക്കുന്നതിന് താല്പര്യമുണ്ട്. ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഡ്രോയിങ്. അവർക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുണ്ട്. ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ട്രാവൽ. ഇത് വളരെ താല്പര്യമുണർത്തുന്നതാണ്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അടുത്ത പാറ്റേൺ. ഈ പാറ്റേൺ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ആ അവസരത്തിനനുസരിച്ച് സ്ട്രക്ചറൊന്നും ഗ്രാമറൊന്നും ഉപയോഗിക്കാതെ പറയാൻ പറ്റും, ഓർക്കാതെ. ഓക്കെ, അടുത്ത പാറ്റേൺ. നമുക്ക് എന്തിനെ കുറിച്ചെങ്കിലും അഭിമാനം തോന്നുന്നു. ഇപ്പം ഞാൻ എൻ്റെ രാജ്യത്തിൽ അഭിമാനിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലിയിൽ അഭിമാനിക്കുന്നു, ഞാൻ എൻ്റെ അങ്ങനെ പറയാനായിട്ട് ഉപയോഗിക്കുന്ന പ്രൗഡ് ഓഫ്. ഐ ആം പ്രൗഡ് ഓഫ്, ഹി ഈസ് പ്രൗഡ് ഓഫ്, ദേ ആർ പ്രൗഡ് ഓഫ്. അപ്പം എനിക്ക് എൻ്റെ കുടുംബത്തിൽ അഭിമാനമുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് മൈ ഫാമിലി. അവന് അവൻ്റെ മകനെക്കുറിച്ച് അഭിമാനിക്കുന്നു, അല്ലെങ്കിൽ അഭിമാനമുണ്ട്. ഹി ഈസ് പ്രൗഡ് ഓഫ് ഹിസ് സൺ. അവൾക്ക് തൻ്റെ ജോലിയെക്കുറിച്ച് അഭിമാനമുണ്ട്. ഷീ ഈസ് പ്രൗഡ് ഓഫ് ഹെയർ വർക്ക്. അവർക്ക് അവരുടെ ടീമിനെ കുറിച്ച് അഭിമാനമുണ്ട്. ദേ ആർ പ്രൗഡ് ഓഫ് ദെയർ ടീം. ഇത് അഭിനന്ദനാർഹമാണ്. ഇറ്റ് ഈസ് അഡ്മിറബിൾ. ഇറ്റ് ഈസ് അഡ്മിറബിൾ. ഓക്കെ, അടുത്ത 4ാമത്തെ പാറ്റേൺ നമുക്ക് നോക്കാം. നമ്മൾ എന്തെങ്കിലും റെഡിയാണ്, ഞാനിതിന് റെഡിയാണ്, ഞാനിതിന് തയ്യാറാണ് എന്ന് പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഫ്രേസ് ഐ ആം റെഡി ടു. ഞാനത് തുടങ്ങാൻ തയ്യാറാണ്. ഓക്കെ, ഞാനത് തുടങ്ങാൻ തയ്യാറാണ്. ഐ ആം റെഡി ടു സ്റ്റാർട്ട്. അവൻ സഹായിക്കാൻ തയ്യാറാണ്. ഹി ഈസ് റെഡി ടു ഹെൽപ്പ്. അവൾ പഠിക്കാൻ തയ്യാറാണ്. ഷീ ഈസ് റെഡി ടു ലേൺ. അവർ പോകാൻ തയ്യാറാണ്. ദേ ആർ റെഡി ടു ഗോ. ഇത് തയ്യാറാണ്, അല്ലെങ്കിൽ അത് തയ്യാറാണ്. ഇറ്റ് ഈസ് റെഡി. ഇറ്റ് ഈസ് റെഡി. അപ്പോൾ ഐ, ഹി, ഷീ, ദേ, ഇറ്റ് എല്ലാത്തിനും ചേർത്ത് ഞാൻ പറയുന്നുണ്ട് ഓരോന്നും. അവിടെ എങ്ങനെയാണ് ആം, ഈസ്, ആറ് വരുന്നത്. ഓക്കെ, ഇറ്റ് എപ്പോഴും സിംഗുലറാണ്, അതിൻ്റെ കൂടെ ഈസേ വരുള്ളൂ. ഇത് ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ പാറ്റേൺ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് സന്ദർഭത്തിനനുസരിച്ച് നന്നായിട്ട് സംസാരിക്കാം. അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. നമ്മൾ എന്തെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നത്, വല്ലാതെ ഫെഡപ്പ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് ഐ ആം ടയർഡ് ഓഫ്.
ഞാൻ കാത്തിരുന്ന് മടുത്തു. ഐ ആം ടയർഡ് ഓഫ് വെയിറ്റിംഗ്. അവൻ ജോലി ചെയ്ത് മടുത്തു, അല്ലെങ്കിൽ അവൻ്റെ ജോലി മടുപ്പാണ്. ഹീ ഈസ് ടയർഡ് ഓഫ് ഹിസ് വർക്ക്. അവൾ പാചകത്തിൽ മടുത്തു. ഷീ ഈസ് ടയർഡ് ഓഫ് കുക്കിംഗ്. അവർ യാത്ര ചെയ്ത് മടുത്തു. ദേ ആർ ടയർഡ് ഓഫ് ട്രാവലിംഗ്. ഇത് ക്ഷീണകരമാണ്, അല്ലെങ്കിൽ ക്ഷീണം തോന്നിപ്പിക്കുന്നതാണ്. ഇറ്റ് ഈസ് ടയറിങ്. ഇറ്റ് ഈസ് ടയറിങ്. ഓക്കെ, അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. സ്പീഡാന്ന് തോന്നരുത്, പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോന്നും പറയുന്നതാണ്. 5 എക്സാമ്പിള്. അത് നിങ്ങൾ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കേൾക്കുക, വീണ്ടും വീണ്ടും അത് കേൾക്കുക, എന്നിട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ചിന്തകളെ കുറിച്ച് പറയാനാണെങ്കിൽ, നമ്മുടെ വിചാരങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ, ടോക്ക് അബൌട്ട് അവർ തോട്ട്സ്. ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. ഐ ആം തിങ്കിങ് അബൌട്ട് യു. ഓഫല്ല, ഐ ആം തിങ്കിങ് അബൌട്ട് യു. അവനവൻ്റെ ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നു അല്ലെങ്കിൽ വിചാരിക്കുന്നു. ഹീ ഈസ് തിങ്കിങ് അബൌട്ട് വർക്ക്. അവൾ പഠിത്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ പഠനത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഷീ ഈസ് തിങ്കിങ് അബൌട്ട് സ്റ്റഡീസ്. അവർ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു. ദേ ആർ തിങ്കിങ് അബൌട്ട് ദ ഫ്യൂച്ചർ. ഓക്കെ, അടുത്ത പാറ്റേൺ നമുക്ക് എന്തെങ്കിലും ആശങ്ക തോന്നുമ്പോൾ അതിനുപയോഗിക്കുന്നത്. വറീഡ് അബൌട്ട്. ഞാൻ നിന്നെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. ഐ ആം വറീഡ് അബൌട്ട് യു. അവൻ പണത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. ഹീ ഈസ് വറീഡ് അബൌട്ട് മണി. അവൾ പരീക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. ഷീ ഈസ് വറീഡ് അബൌട്ട് എക്സാംസ്. അവർ ഫലത്തെക്കുറിച്ച്, എന്തെങ്കിലും റിസൾട്ടിനെ കുറിച്ച് ആശങ്കപ്പെടുന്നു. ദേ ആർ വറീഡ് അബൌട്ട് റിസൾട്ട്സ്. ഇത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഇറ്റ് ഈസ് വറിയിങ്. ഇറ്റ് ഈസ് വറിയിങ്. ഓക്കെ, അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. നമ്മുടെ ഒരു സംതൃപ്തി, സാറ്റിസ്ഫാക്ഷനെ കാണിക്കുന്നത്. നമ്മൾ സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ സംതൃപ്തി എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഐ ആം ഹാപ്പി വിത്ത്. ഞാൻ ഇതിൽ സന്തോഷവാനാണ്. ഐ ആം ഹാപ്പി വിത്ത് ദിസ്. അവനവൻ്റെ ജോലിയിൽ സന്തോഷവാനാണ്. ഹീ ഈസ് ഹാപ്പി വിത്ത് ഹിസ് ജോബ്. അവൾ ഫലത്തിൽ സന്തോഷവതിയാണ്. ഷീ ഈസ് ഹാപ്പി വിത്ത് ദ റിസൾട്ട്സ്. അവരവരുടെ ടീമിൽ സന്തോഷവാന്മാരാണ്. ദേ ആർ ഹാപ്പി വിത്ത് ദ ടീം. ഇത് നല്ലതാണ്. ഇറ്റ് ഈസ് ഗുഡ്. ഓക്കെ, ഈ ഓരോ പാറ്റേണും നിങ്ങൾ എഴുതിയെടുക്കുക, എന്നിട്ട് അത് പറഞ്ഞ് പഠിക്കുക. ഓക്കെ, അതിങ്ങനെ വന്നോളും നമുക്ക്. അടുത്ത് എന്തെങ്കിലും ഒരു കഴിവിനെ കുറിച്ച്, ഒരു സ്കിൽസ് നമ്മുടെ പറയാൻ വേണ്ടി. എനിക്ക് ഇംഗ്ലീഷിൽ കഴിവുണ്ട്. ഐ ആം ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ഐ ആം ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. അവന് മാത്സിൽ കഴിവുണ്ട്, ഗണിതത്തിൽ കഴിവുണ്ട്. ഹീ ഈസ് ഗുഡ് അറ്റ് മാത്സ്. അവൾക്ക് നൃത്തത്തിൽ കഴിവുണ്ട്. ഷീ ഈസ് ഗുഡ് അറ്റ് ഡാൻസിങ്. അവർക്ക് കളികളിൽ കഴിവുണ്ട്. ദേ ആർ ഗുഡ് അറ്റ് സ്പോർട്സ്. ഇത് നല്ലതാണ്. ഇറ്റ് ഈസ് ഗുഡ്. ഇറ്റ് ഈസ് ഗുഡ്. അപ്പോൾ ഐ, ഹി, ഷീ, ദേ, ഇറ്റ്, ഇത്രയും സബ്ജക്റ്റ് ചേർത്ത് ഓരോന്നും പറയുന്നത് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത പാറ്റേൺ. ഇപ്പം നമ്മൾ ഗുഡാണ് പറഞ്ഞത്. ഇനി നമ്മുടെ വീക്ക്നെസ്, ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ, എനിക്ക് പാടാൻ കഴിവില്ല. ബാഡ് അറ്റ്. ഇങ്ങനെ പറയും, ഐ ആം ബാഡ് അറ്റ് സിംഗിങ്. അവന് ഡ്രൈവിങ്ങിൽ കഴിവില്ല. ഹീ ഈസ് ബാഡ് അറ്റ് ഡ്രൈവിങ്. അവൾക്ക് പാചകത്തിൽ കഴിവില്ല. ഷീ ഈസ് ബാഡ് അറ്റ് കുക്കിംഗ്. അവർക്ക് പ്ലാനിങ്ങിൽ കഴിവില്ല, അല്ലെങ്കിൽ അതിനകത്ത് അവർ ബലഹീനരാണ്. ദേ ആർ ബാഡ് അറ്റ് പ്ലാനിങ്. ഇത് മോശമാണ്. ഇറ്റ് ഈസ് ബാഡ്. ഓക്കെ, അടുത്ത പാറ്റേൺ നമ്മൾ തിരക്കിലാണെന്ന് കാണിക്കുന്നത്.
അതായത് വെൻ യു ആർ ഓക്യുപ്പൈഡ്. ഇപ്പോൾ ബിസി വിത്ത്, ഞാൻ ജോലിയിൽ തിരക്കിലാണ്, ഞാൻ ജോലി തിരക്കിലാണ്. ഐ ആം ബിസി വിത്ത് വർക്ക്. അവൻ കോളുകളിൽ, അതായത് ഫോൺ വിളിക്കുന്നതിനകത്ത് തിരക്കാണ്. ഹീ ഈസ് ബിസി വിത്ത് കോൾസ്. അവൾ പഠനത്തിൻ്റെ തിരക്കിലാണ്. ഷീ ഈസ് ബിസി വിത്ത് സ്റ്റഡീസ്. അവർ പ്രോജക്റ്റിൻ്റെ തിരക്കിലാണ്. ദേ ആർ ബിസി വിത്ത് പ്രോജക്റ്റ്. ഇത് തിരക്കിലാണ്. ഇറ്റ് ഈസ് ബിസി. ഇറ്റ് ഈസ് ബിസി. ഓക്കെ, നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് നോക്കാം. പെട്ടെന്നൊരു നമ്മുടെ ഒരു സഡൻ ഡിസയർ, പെട്ടെന്നുള്ള ആഗ്രഹം നമുക്കിങ്ങനെ തോന്നുന്നത് പറയാനായിട്ട്. ഫീൽ ലൈക്ക്, എനിക്ക് ഉറങ്ങണമെന്ന് തോന്നുന്നു. പെട്ടെന്ന് തോന്നുന്നു എനിക്ക് ഉറങ്ങണമെന്ന് തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് സ്ലീപ്പിംഗ്. അവന് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നു. ഹി ഫീൽസ് ലൈക്ക് ഈറ്റിംഗ്. അവൾക്ക് കരയണമെന്ന് തോന്നുന്നു. ഷീ ഫീൽസ് ലൈക്ക് ക്രൈയിങ്. അവർക്ക് പുറത്തേക്ക് പോകണം തോന്നുന്നു. ദേ ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട്. ഇത് നന്നായി തോന്നുന്നു. ഇറ്റ് ഫീൽസ് നൈസ്. അപ്പോൾ ഐയുടെ കൂടെ ബഹുവചനമാണ്, ദേയുടെ കൂടെ പ്ലൂറലാണ്. അത് ഓർക്കണം. ഹി, ഷീ, ഇറ്റിൻ്റെ കൂടെ സിംഗുലർ വെർബാണ് വരുന്നത്. അടുത്ത പാറ്റേൺ നേരത്തെ എന്തെങ്കിലും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കംപ്ലീറ്റഡ് ആക്ഷനെ കാണിക്കാം. നമ്മൾ ടെൻസ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഹാവ് ഓൾറെഡി, ഞാൻ ഇതിനകം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഓൾറെഡി ഈറ്റൺ. അവൻ ഇതിനകം പോയിട്ടുണ്ട്. ഹി ഹാസ് ഓൾറെഡി ലെഫ്റ്റ്. ഐയുടെ കൂടെ ഹാവ്, ഹീയുടെ കൂടെ ഹാസ്. അവൾ ഇതിനകം അത് തീർത്തിട്ടുണ്ട്. ഷി ഹാസ് ഓൾറെഡി ഫിനിഷ്ഡ്. അവരിതിനകം എത്തിയിട്ടുണ്ട്. ദേ ഹാവ് ഓൾറെഡി അറൈവ്ഡ്. ഇത് ഇതിനകം തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഹാസ് ഓൾറെഡി സ്റ്റാർട്ടഡ്. ഓക്കെ, അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. പാസ്റ്റിലെ നെഗറ്റീവ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനായിട്ട്. ഇപ്പം കണ്ടിട്ടില്ല, പോയിട്ടില്ല, ഞാൻ അവനെ കണ്ടിട്ടില്ല. ഐ ഹാവിൻറ്റ് സീൻ ഹിം. ഓർക്കുക, ഹാവിൻ്റെ കൂടെ V3 ഫോമാണ് വരുന്നത്. ഐ ഹാവിൻറ്റ് സീൻ ഹിം, ഞാൻ അവനെ കണ്ടിട്ടില്ല. അവൻ വന്നിട്ടില്ല. ഹി ആയതുകൊണ്ട് ഹാവ് വരില്ല, പിന്നെന്ത് വരും? ഹാസ്. ഹി ഹാസിൻറ്റ് കം, അവൻ വന്നിട്ടില്ല. അവൾ വിളിച്ചിട്ടില്ല. ഷീ ഹാസിൻറ്റ് കോൾഡ്. അവർ തീർത്തിട്ടില്ല, പൂർത്തീകരിച്ചിട്ടില്ല. ദേ ഹാവിൻറ്റ് ഫിനിഷ്ഡ്. അത് പ്രവർത്തിച്ചിട്ടില്ല. ഇറ്റ് ഹാസിൻറ്റ് വർക്ക്ഡ്. ഇറ്റ് ഹാസിൻറ്റ് വർക്ക്ഡ്. ഓക്കെ, അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. ഒരു റിപ്പീറ്റഡ് ആക്ഷനെ കാണിക്കാൻ, വീണ്ടും വീണ്ടും ശ്രമിക്കുന്നു എന്ന് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാറ്റേൺ നോക്കാം. കീപ് ചേർത്ത് പറയാം. ഞാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നു. ഐ കീപ് ട്രൈയിങ്. അവിടെ ING ഫോം വരും അടുത്ത്. ഐ കീപ് ട്രൈയിങ്. അവൻ വീണ്ടും വീണ്ടും വിളിക്കുന്നു. ഹി കീപ്സ് കോളിങ്. അവൾ വീണ്ടും വീണ്ടും ചിരിക്കുന്നു, റിപ്പീറ്റ് ചെയ്ത് ചിരിക്കുന്നു. ഷീ കീപ്സ് സ്മൈലിംഗ്. അവർ തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്നു. ദേ കീപ് വാക്കിംഗ്. ഇത് തുടർച്ചയായിട്ട് നീങ്ങുന്നു. ഇറ്റ് കീപ്സ് മൂവിങ്. അവിടെ ഓർക്കുക ING ഫോം ഓഫ് ദ വെർബാണ് വരുന്നത് അടുത്ത്. ഓക്കെ, അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ എന്തിനെങ്കിലും വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുക, അന്വേഷിക്കുക, തിരയുക, അതിനുപയോഗിക്കുന്ന ഫ്രേസാണ് ലുക്കിംഗ് ഫോർ. വെൻ യു ആർ സെർച്ചിങ് ഫോർ സംതിങ്. ഞാൻ എൻ്റെ ഫോൺ തിരയുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ അന്വേഷിക്കുന്നു. എങ്ങനെ പറയും? ഐ ആം ലുക്കിംഗ് ഫോർ മൈ ഫോൺ. അവൻ ജോലി അന്വേഷിക്കുന്നു. ഹീ ഈസ് ലുക്കിംഗ് ഫോർ എ ജോബ്. അവൾ തൻ്റെ ബാഗ് തിരയുന്നു, അല്ലെങ്കിൽ ബാഗ് അന്വേഷിക്കുന്നു. ഷീ ഈസ് ലുക്കിംഗ് ഫോർ ഹെർ ബാഗ്. അവർ വീട് അന്വേഷിക്കുന്നു. ദേ ആർ ലുക്കിംഗ് ഫോർ എ ഹൗസ്.
ഇത് നന്നായി തോന്നുന്നു. ഇറ്റ് ഈസ് ലുക്കിംഗ് ഗുഡ്. അത് ഒരു പ്രത്യേക തരത്തിലാണ്. ഇറ്റ് ഈസ് ലുക്കിംഗ് ഗുഡ്. ഓക്കെ, ഇത് വളരെ എളുപ്പമാണ് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ. അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. നമ്മൾ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രതീക്ഷിക്കുക, ആരെയെങ്കിലും അല്ലെങ്കിൽ എന്തിനെയെങ്കിലും പ്രതീക്ഷിക്കുക. വെൻ എക്സ്പെക്ടിങ് സമ്മൺ ഓർ സംതിങ്, അവിടെ ഉപയോഗിക്കുന്ന വെയിറ്റിംഗ് ഫോർ. ഞാൻ നിന്നെ കാത്തിരിക്കുന്നു, ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. അവൻ ബസ് കാത്തിരിക്കുന്നു. ഹി ഈസ് വെയിറ്റിംഗ് ഫോർ ദ ബസ്. അവൾ സുഹൃത്തിനെ കാത്തിരിക്കുന്നു. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ ഫ്രണ്ട്. അവർ ഫലത്തിനായി കാത്തിരിക്കുന്നു, റിസൾട്ടിനായി കാത്തിരിക്കുന്നു. ദേ ആർ വെയിറ്റിംഗ് ഫോർ റിസൾട്ട്സ്. ഗെറ്റിംഗ്, അതായത് ഒരു ചേഞ്ച്, ഒരു മാറ്റം സംഭവിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് പറയാം, ഞാൻ ക്ഷീണിക്കുന്നു. അത് ഒരവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് മാറുന്നു. ഐ ആം ഗെറ്റിംഗ് ടയേർഡ്. എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ക്ഷീണിതനാവുന്നു. ഐ ആം ഗെറ്റിംഗ് ടയേർഡ്. അവൻ കോപിക്കുന്നു. ഹി ഈസ് ഗെറ്റിംഗ് ആംഗ്രി. അവൾ തയ്യാറാകുന്നു. ഷീ ഈസ് ഗെറ്റിംഗ് റെഡി. അവര് താമസിക്കുന്നു അല്ലെങ്കിൽ വൈകുന്നു. ദേ ആർ ഗെറ്റിംഗ് ലേറ്റ്. ഇരുട്ടാകുന്നു. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്ക്. നമ്മൾ വൈകുന്നേരം പറയും ഇരുട്ടാകുന്നു. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്ക്. ഓക്കെ, അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. ഒരു പെട്ടെന്നുള്ള ഫ്യൂച്ചർ ആക്ഷൻ ടു റെപ്രസെൻറ്റ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ആക്ഷനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഞാൻ ദേ പോകാൻ പോകുന്നു, ഞാൻ ഇപ്പോൾ പോവാണ്. ഐ ആം എബൌട്ട് ടു ലീവ്. എബൌട്ട് ടു, ഐ ആം എബൌട്ട് ടു ലീവ്, അതിന് ഉപയോഗിക്കുന്നതാണ് എബൌട്ട് ടു. ഐ ആം എബൌട്ട് ടു ലീവ്. അവൻ തുടങ്ങാൻ പോവുകയാണ്. ഹീസ് എബൌട്ട് ടു സ്റ്റാർട്ട്. അവൾ കരയാൻ പോവുകയാണ്. ഷീസ് എബൌട്ട് ടു ക്രൈ. അവർ ജയിക്കാൻ പോവുകയാണ്. ദേ ആർ എബൌട്ട് ടു വിൻ. ഇത് വീഴാൻ പോവുകയാണ്. ഇറ്റ് ഈസ് എബൌട്ട് ടു ഫോൾ. ഓക്കെ, അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. ഒരു അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട്, പ്രതീക്ഷിക്കാത്ത ഒരു ഫലം പെട്ടെന്ന് വരുന്നതിന് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എൻഡഡ് അപ്പ് ചേർത്ത് പറയും. ഞാൻ ഒടുവിൽ കരഞ്ഞു. ഐ എൻഡഡ് അപ്പ് ക്രൈയിങ്. അവൻ ഒടുവിൽ തോറ്റു. ഹി എൻഡഡ് അപ്പ് ലൂസിങ്. അവൾ ഒടുവിൽ ജയിച്ചു. നമ്മൾ പലപ്പോഴും പറയുന്ന ഒടുവിൽ അവൾ ജയിച്ചു. ഷീ എൻഡഡ് അപ്പ് വിന്നിങ്. അവിടെ ING വരണം ലാസ്റ്റിൽ, അത് ഓർത്താൽ മതി. ഓരോന്നിൻ്റെ കൂടെ വരുന്ന വെർബ് ഫോംസ്. അവരൊടുവിൽ തർക്കിച്ചു. ദേ എൻഡഡ് അപ്പ് ഫൈറ്റിംഗ്. ഇതൊടുവിൽ പരാജയപ്പെട്ടു. ഇറ്റ് എൻഡഡ് അപ്പ് ഫെയിലിംഗ്. ഓക്കെ, അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. എന്തെങ്കിലും ഒരു കാര്യം ഫിനിഷ് ചെയ്യുന്നു. വെൻ സംതിങ് ഈസ് ഫിനിഷ്ഡ്, അവിടെ ഉപയോഗിക്കുന്ന പാറ്റേൺ ആണ്. ഞാൻ ജോലി തീർത്തു. ഐ ആം ഡൺ വിത്ത് ദ വർക്ക്. ഐ ആം ഡൺ വിത്ത് വർക്ക്. അവൻ പഠനം തീർത്തു. ഹീ ഈസ് ഡൺ വിത്ത് സ്റ്റഡീസ്. അവൾ പാചകം ഫിനിഷ് ചെയ്തു, തീർത്തു. ഷീ ഈസ് ഡൺ വിത്ത് കുക്കിംഗ്. അവർ പ്രോജക്റ്റ് തീർത്തു. ദേ ആർ ഡൺ വിത്ത് ദ പ്രൊജക്റ്റ്. ഇത് തീർന്നു. ഇറ്റ് ഈസ് ഡൺ. ഇറ്റ് ഈസ് ഡൺ. ഇനി നെക്സ്റ്റ് പാറ്റേൺ. നമ്മൾ എന്തെങ്കിലും ശല്യം എന്തിനെ കൊണ്ടെങ്കിലും മുഷിയുക അല്ലെങ്കിൽ വെരി അനോയിഡ്, നമുക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നുക, മുഷിയുക, അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നതാണ് ഫെഡ് അപ്പ്. ഞാൻ ഇതിന് മടുത്തു, ഇതിൽ മടുത്തു. പലപ്പോഴും പറയുന്നതാണ് ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദിസ്. ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദിസ്. അവൻ്റെ ശബ്ദത്തിൽ, സൗണ്ടിൽ കേട്ട് മടുത്തു. ഹീസ് ഫെഡ് അപ്പ് വിത്ത് ദ നോയ്സ്. ഭയങ്കര ബഹളമാണ്, അതുകൊണ്ട് മടുത്തു. ഹീസ് ഫെഡ് അപ്പ് വിത്ത് ദ നോയ്സ്. അവളവിടെ ജോലിയെ മടുത്തു. ഷീസ് ഫെഡ് അപ്പ് വിത്ത് വർക്ക്. അവര് കാത്തിരുന്നു മടുത്തു. ദേ ആർ ഫെഡ് അപ്പ് വിത്ത് വെയിറ്റിംഗ്.
ഇത് വളരെ അസഹ്യമാണ്. ഇറ്റ് ഈസ് അനോയിങ്. ഇറ്റ് ഈസ് അനോയിങ്, ശല്യം ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് അനോയിങ്, അസഹ്യമാണ്. അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. നമ്മൾ ഒരു പൊളൈറ്റ് ഡിസയർ, നമുക്ക് വളരെയധികം ആഗ്രഹമുള്ള ഒരു കാര്യം പറയാനായിട്ട് പൊളൈറ്റ് ആയിട്ട് പറയാൻ ഉപയോഗിക്കുന്നതാണ് ഐ വുഡ് ലൈക്ക് ടു ചേർത്ത് പറയാം. ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക്. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക്. അവൻ വരാൻ ആഗ്രഹിക്കുന്നു. ഹി വുഡ് ലൈക്ക് ടു കം. ടു ചേർത്ത് അപ്പുറത്ത് റൂട്ട് ഫോമേ വരത്തുള്ളൂ. അവൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഷി വുഡ് ലൈക്ക് ടു ലേൺ. അവർ ചേരാൻ ആഗ്രഹിക്കുന്നു. ദേ വുഡ് ലൈക്ക് ടു ജോയിൻ. ഇത് ശ്രദ്ധ ആഗ്രഹിക്കുന്നു. ഇറ്റ് വുഡ് ലൈക്ക് അറ്റൻഷൻ, അല്ലെങ്കിൽ ഇതിന് ശ്രദ്ധ വേണം. ഇറ്റ് വുഡ് ലൈക്ക് അറ്റൻഷൻ. ഓക്കെ, അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. ഒരു പ്രിഫറൻസ്, മുൻഗണന കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതിനേക്കാളും ഇതാണ് എന്നുള്ള രീതിയിൽ മുൻഗണന, പ്രിഫറൻസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വുഡ് റാദർ. വുഡ് റാദർ. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഐ വുഡ് റാദർ സ്റ്റേ ഹിയർ. ഐ വുഡ് റാദർ സ്റ്റേ. അവൻ പോകാൻ ഇഷ്ടപ്പെടുന്നു. വേറെ എന്തിനേക്കാളും അവൻ പോകാൻ ഇഷ്ടപ്പെടുന്നു. ഹി വുഡ് റാദർ ലീവ്. അവൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഷീ വുഡ് റാദർ സ്റ്റഡി. അവർ കാത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ദേ വുഡ് റാദർ വെയിറ്റ്. ഇത് നിർത്താൻ ഇഷ്ടപ്പെടുന്നു. ഇറ്റ് വുഡ് റാദർ സ്റ്റോപ്പ്. ഇറ്റ് വുഡ് റാദർ സ്റ്റോപ്പ്. ഓക്കെ, അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. ഒരു അൺറിയൽ ആയിട്ടുള്ള ഡിസയർ സിറ്റുവേഷൻ ഉപയോഗിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഐ വിഷ്. നടക്കില്ല, പക്ഷേ റിയൽ അല്ല, എന്നാലും നമുക്കിങ്ങനെ ആഗ്രഹിക്കാനായിട്ട് ഐ വിഷ്. എനിക്കറിയാമായിരുന്നെങ്കിൽ, പക്ഷെ അറിയില്ല. ഐ വിഷ് ഐ ന്യൂ. ഐ വിഷ് ഐ ന്യൂ. അവർ ജയിക്കാൻ ആഗ്രഹിക്കുന്നു. ഷീ വിഷസ് ടു വിൻ. അവൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഷീ വിഷസ് ടു ട്രാവൽ. അവർ ജയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദേ വിഷ് ഫോർ സക്സസ്. ഇതിനൊന്നും ആഗ്രഹമില്ല. ഇറ്റ് വിഷസ് നത്തിങ്. ഇറ്റ് വിഷസ് നത്തിങ്. അപ്പോൾ പാറ്റേൺ ബേസ്ഡ് 25 പാറ്റേൺസ് ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഓരോന്നും നിങ്ങൾ കേട്ടിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്കത് വളരെ ലളിതമായിട്ട് തന്നെ മനസ്സിൽ ഓർത്തു വരും, ഉപയോഗിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ലിങ്ക് അയച്ചു കൊടുക്കുക. പിന്നെ എൻ്റെ മെൻ്റൽ സ്കൂൾ ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഞാൻ ഓഫ്ലൈനായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, ഓൺലൈനായിട്ടും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.